അവൾ അത്രയും പറഞ്ഞുകൊണ്ട് തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ പോയി. അപ്പോഴേക്കും ക്ലാസ് തുടങ്ങുന്നതിനുള്ള മെയിൻ ബെൽ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. കയ്യിൽ കനമേറിയ ഒരു ബുക്കും വട്ട കണ്ണടയും വെച്ചുകൊണ്ട് സന്ധ്യ മാം ക്ലാസ്സിലേക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ കയറി വന്നു. കുട്ടികളെ അഭിസംബോധന ചെയ്ത് ക്ലാസ് ആരംഭിച്ചു. പക്ഷേ ചാരുവിന് അവിടെയൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവരുടെ ഉള്ളം അസ്വസ്ഥമായിരുന്നു. എങ്ങനെയൊക്കെയോ ആ ഒരു പീരീഡ് അവിടെ ഇരുന്നൊപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ ബാഗുമെടുത്ത് അവിടെ നിന്നും ഇറങ്ങി. അമ്മവും കാർത്തവും കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും അവൾ വേണ്ട എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് തന്നെ പോയി. കോളേജിന്റെ പുറത്തെത്തി അന്ന് പോയ ഓർമ്മയിൽ ബീച്ചിലേക്ക് പോവാൻ ഒരു കാർ വിളിച്ചു. അപ്പോൾ അവൾക്ക് അവളുടെ സങ്കടത്തിന്റെ ഭാരം കടലമ്മക്ക് മുന്നിൽ ഇറക്കി വെക്കാനാണ് തോന്നിയത്. അവിടെ എത്തി അവൾ കടലിനെ ലക്ഷ്യമാക്കി നേരെ നടന്നു. ശക്തിയിൽ വീശിയടിക്കുന്ന തിരമാലകൾക്കിടയിൽ അവളുടെ പാദങ്ങൾ വെച്ചു. ഒരമ്മയെപ്പോൾ സാഗരം അവളെ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ചാരുവിന്റെ ശരീരവും മനസ്സും തണുത്തു. കടൽ തിരമാലകളുടെ ശക്തി കുറയുന്നതിനനുസരിച്ച് പതിയെ പതിയെ അവളുടെ ഉള്ളവും ശാന്തമായി. ദീർഘനേരത്തെ നിൽപ്പിനു ശേഷം അവൾ കരയിലേക്ക് കയറി അവിടെ താഴെ മണലിലിരുന്നു. ഫോൺ എടുത്ത് സമയം നോക്കി. നേരം 2 മണി കഴിഞ്ഞിരിക്കുന്നു. ഈശ്വര, ഇത്ര സമയം ഞാൻ അവിടെ നിന്നുവോ? അവൾ സ്വയം ചിന്തിച്ചു. രാവിലെ 2 ഇടിയപ്പം തിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വിശപ്പ് കൊണ്ട് വയറ് കത്തി കാണുന്നുണ്ട്. ചാരു വയർ അമർത്തി പിടിച്ചു. വിശപ്പ് മാറ്റാൻ പോലും ഒന്നും വാങ്ങിക്കഴിക്കാൻ കയ്യിൽ പണമില്ലാത്തതോർത്ത് അവൾക്ക് അവളോട് തന്നെ സഹതാപം തോന്നി. ദേവ് ഇന്നേ വരെ അവൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്നോ പൈസ എന്തെങ്കിലും വേണമോ എന്ന് അവളോട് ചോദിച്ചിട്ടില്ല. അവളോട് അവനോട് ഇന്നേ വരെ 1 രൂപ പോലും ചോദിച്ചു വാങ്ങിയിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ വെറുതെയാണ് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാറുള്ളത്. ഇപ്പൊ ബീച്ചിലേക്ക് വരുമ്പോൾ പോലും ഡ്രൈവറുടെ QR കോഡ് അവൾക്ക് അയച്ചു കൊടുത്തു. എന്താ ഏതാന്ന് വരെ ചോദിക്കാതെ അവൾ അതിലേക്ക് പണം ഇടുകയും ചെയ്തു. ക്ലാസ് കഴിയാനുള്ള സമയമായതുകൊണ്ട് തന്നെ അവൾ വീട്ടിലേക്ക് പോവാനായി ദേവിനെ വിളിച്ചു. ഹലോ, ആ ക്ലാസ് കഴിഞ്ഞോ? ഞാൻ നീ എന്താ വിളിക്കാത്തതെന്ന് ഓർക്കുകയായിരുന്നു. ഓ, എന്നെക്കുറിച്ച് ഓർക്കുകയൊക്കെ ചെയ്യുവോ? ഓർക്കാതെ പറ്റില്ലല്ലോ. നിന്നെ ക്ലാസ് കഴിഞ്ഞ് സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്നാക്കിയില്ലെങ്കിൽ അച്ഛൻ എനിക്കൊരു സമാധാനം തരില്ല. അതുകൊണ്ടാണല്ലേ ഓർത്തത്. പിന്നെ ഞാനിവിടെ ടൗണിനടുത്തുള്ള ബീച്ചിലാണുള്ളത്. അതെപ്പോ പോയി? അത് പിന്നെ ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നതായിരുന്നു. അവരെല്ലാവരും പോയി. അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞൊപ്പിച്ചു. ശരി ശരി, ഞാനെന്നാ അങ്ങോട്ട് വരാം. ഒരു 10 മിനിറ്റ്. ഹലോ, ശ്യാമള ഭയങ്കര ചിന്തയിലാണെന്ന് തോന്നല്ലോ. കടലിന്റെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നവരുടെ അരികിലായിരുന്നു കൊണ്ട് ദേവ് പറഞ്ഞു. ശ്യാമളയോ? അതിനി ആരാ? ഇതൊന്നും കൂടാതെ വേറെയും പെണ്ണുങ്ങളുടെ ഇയാളുടെ ലിസ്റ്റിലുണ്ടോ? അയ്യോ, ഞാനൊരു പഴമൊഴി പറഞ്ഞതാണേ. ചിന്താവിഷ്ടയായ ശ്യാമളയെ പോലെന്ന് കേട്ടിട്ടില്ലേ നീ? ഓ, ആ ശ്യാമളായിരുന്നല്ലേ. 2 പേർക്കും ഉള്ളു തുറന്ന് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അല്പനേരത്തേക്ക് അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ഇന്നിവിടെ കൂടാനാണോ പ്ലാൻ? എനിക്ക് വിശക്കുന്നു, ദേവ് പറഞ്ഞു. മോമിപ്പിക്കും മുന്നേ ചാരു പറഞ്ഞു. വിശക്കുന്നോ? കുറെ നേരമായി സഹിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി വയ്യ. എനിക്കെന്തെങ്കിലും കഴിക്കാൻ വാങ്ങി തരുമോ? എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? എനിക്കെന്തെങ്കിലും വാങ്ങി കഴിക്കാമായിരുന്നില്ലേ? എന്റെ കയ്യിൽ അതിന് പൈസയൊന്നുമില്ല. വെറുതെ പോയി ചിരിച്ചു കാണിച്ചാൽ ആരും സാധനം തരില്ലല്ലോ. പൈസ ഇല്ലേ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഇല്ല. നിങ്ങൾ തരാതെ എന്റെ കയ്യിൽ എവിടുന്ന് പൈസ ഉണ്ടാവാനാണ്? ഞാൻ വേറെ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. നിനക്ക് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ എന്തിനാ ചോദിക്കുന്നേ? ഷെൽഫിൽ നിന്ന് എടുത്താ പോരെ? ഞാനാണെങ്കിൽ ഇതിനെനിക്ക് അങ്ങനെ ഒരു കാര്യം ഓർത്തതേയില്ല. ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഷെൽഫിൽ നിന്ന് നിങ്ങളുടെ പൈസ എങ്ങനെയാ നിങ്ങളുടെ സമ്മതമില്ലാതെ എടുക്കുന്നത്? വാ, എഴുന്നേൽക്ക്, പോയി ഫുഡ് കഴിക്കാം. അവൻ എഴുന്നേറ്റ് അവൾക്ക് നേരെ കൈകൾ നീട്ടി. ആകാര സഹായം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചെങ്കിലും അത് നിരസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവളും താഴെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. ദേവ്! പെട്ടെന്നാണ് അവിടെ നിന്നും ഒരു അലർച്ച കേട്ടത്. ആ ശബ്ദത്തിൽ സാരംഗിയുടെ കൈകളോട് ചേർന്നിരുന്ന ദേവിന്റെ പിടുത്തം വിട്ടുപോയി. മുഴുവൻ ബലവും അവനിലേക്ക് കൊടുത്തിരുന്ന ചാരു അതോടെ താഴേക്ക് വീണു. അമ്മേ! ഒരിക്കലും ഉച്ചരിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ആ വാക്ക് വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ വായിൽ നിന്നും അറിയാതെ വന്നുപോയി. ദേവ് വേഗം അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഈശ, നീ എന്താ ഇവിടെ?
ഓ, ഞാനിപ്പോ ഇവിടെ വന്നതുകൊണ്ട് നിങ്ങളുടെ പ്രണയ നിമിഷങ്ങൾക്ക് തടസ്സമായിട്ടുണ്ടാവും അല്ലേ? ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം വെറുതെ ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. ദൈവമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാ. ഏയ്, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? വേണ്ട ദേവ്, എനിക്കെല്ലാം മനസ്സിലായി. നിന്റെ പെരുമാറ്റത്തിലെ മാറ്റം കണ്ടപ്പോഴേ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. ആ സംശയം സത്യമായിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലായി. അയ്യോ, നീ തെറ്റിദ്ധരിച്ചിരിക്കയാ. ഞാൻ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാ. ഓ പിന്നെ, ബേസിലാണല്ലോ ക്ലാസ്സൊക്കെ നടക്കുന്നേ. ഈ പൊതു സ്ഥലത്ത് വെച്ച് വരെ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ആരുമില്ലാത്ത റൂമിനുള്ളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? നീ എന്നോടൊക്കെ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേടാ? ഇഷുദേവിന്റെ കോളറിൽ പിടിച്ചു. വിടീഷ, ആളുകൾ ശ്രദ്ധിക്കുന്നു. അവൻ അവളുടെ കൈകൾ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ പിടുത്തം ശക്തമായിരുന്നു. ചാരുവിനത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തെ വിട്ടേ. അവൾ അവന്റെ ഷോൾഡറിൽ നിന്നും ഇഷയുടെ കൈ പിടിച്ചു മാറ്റി. നീ ആരടി ഞങ്ങൾക്കിടയിൽ വരാൻ? നൊടിയുടെ കൊണ്ട് തന്നെ ഇഷയുടെ ശക്തമായ പ്രഹരം ചാരുവിന്റെ കവിളിൽ പതിഞ്ഞു. ഇവന്റെ ദേഹത്തിൽ നിന്നും എന്റെ കൈയെടുത്ത് മാറ്റാൻ നീ ആരടി ബ്ലഡി? വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അവളുടെ ആ പദപ്രയോഗം കേട്ടു നിൽക്കാൻ ചാരുവിന് സാധിച്ചില്ല. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പറയടി, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന്? വെറും ഒരു വേശ്യയുടെ സ്ഥാനമേ ഇവന്റെ ജീവിതത്തിൽ നിനക്കുള്ളൂ, കേട്ടോടി. അത് അറിഞ്ഞു പ്രവർത്തിച്ചാ മതി. അവളെ അടിക്കാനായി വീണ്ടും ഇഷയുടെ കൈകൾ ഉയർന്നതും ദേവ് അവളെ തടഞ്ഞു. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. എന്തിനാ അവളെ ഇങ്ങനെ തല്ലുന്നത്? നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഹോ, ഇവൾക്ക് വേണ്ടി നീ എന്നോട് ദേഷ്യപ്പെടുന്നു അല്ലേ? നന്നായിരിക്കുന്നു ദേവ്, നന്നായിരിക്കുന്നു. ഞാൻ ദേഷ്യപ്പെട്ടതല്ലേ ഇഷ. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്നാ വാ, ഇപ്പൊ തന്നെ എന്റെ കൂടെ വാ. ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല. ഇവളെ വീട്ടിൽ കൊണ്ടാക്കണം. അവൾ എങ്ങനെയെങ്കിലും പോയിക്കോളും. നീ ഇപ്പൊ എന്റെ കൂടെ വന്നേ മതിയാവും. അവളുടെ പെരുമാറ്റം ഒരു ഭ്രാന്തിയെ പോലെയായി മാറിയിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് ഒരു നിമിഷം അവളുടെ കൂടെ പോയാലോ എന്ന് ഓർത്തെങ്കിലും ചാരു വിശക്കുന്നു എന്ന് പറഞ്ഞത് അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഇല്ല ഇഷ, പറ്റില്ല. നീ ഇപ്പൊ പോ. ഇവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നിനക്ക് വിളിക്കാം. അവൻ അവളെ ഇറുകെ പുണർന്നു. അങ്ങനെ ചെയ്താലല്ലാതെ അവൾ നോർമലാവില്ല എന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുന്നത് തന്റെ കൺമുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കാൻ ചാരുവിനും സാധിച്ചില്ല. അവൾ നിറഞ്ഞ കണ്ണുകളോടെ തിരിഞ്ഞു നടന്നു. സൈഡിൽ ദേവിന്റെ കാർ പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടതും അവൾ നേരെ അതിൽ പോയി കയറിയിരുന്നു. യാന്ത്രികമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറച്ചു സമയങ്ങൾക്കുള്ളിൽ തന്നെ ദേവും വന്നു. സോറി, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവൾ ഇനിയും അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയേനെ. നിങ്ങൾ നിങ്ങളുടെ കാമുകയെ കെട്ടിപ്പിടിച്ചതിന് എന്നോട് നിങ്ങൾ സോറി പറയുന്നേ? അല്ല, ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് സങ്കടമായെന്ന് തോന്നി. നിങ്ങളുടെ ജീവിതത്തിൽ വെറും ഒരു വേശ്യപ്പെടിന്റെ മാത്രം സ്ഥാനമുള്ള എനിക്ക് അതിനൊക്കെ സങ്കടപ്പെടാൻ എന്ത് അർഹതയാണുള്ളത്? ഒരിക്കലുമല്ല. എന്റെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഒരിക്കലും അങ്ങനെയല്ല. പിന്നെ പിന്നെ ഞാൻ ആരാ നിങ്ങൾക്ക്? ആ സ്ഥാനത്തിന് പേര് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ നിന്നെപ്പോലെ ഒരു നല്ല പെൺകുട്ടിയെ എന്റെ സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ ആക്കേണ്ടി വന്നതിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അത് ചെറുതല്ല, എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു നോവായി മാറിയിട്ടുണ്ടത്. അപ്പോ എന്നോടുള്ള സഹതാപമാണോ നിങ്ങളുടെ ഉള്ളിൽ? അത് മാത്രമാണോ? നീ എനിക്ക് ആരാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷേ നീ സങ്കടപ്പെടുന്നതും വേദനിക്കുന്നതും കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. സത്യം. നേരത്തെ തന്നെ അവൾ നിന്റെ മുഖത്തടിച്ചപ്പോ വേദനിച്ചത് എന്റെ കവിളുകളിലാ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എന്റെ ഹൃദയത്തിനോട് ചോദിച്ചിട്ട് എനിക്കൊരു ഉത്തരം ലഭിക്കുന്നില്ല. സത്യമായിട്ടും ഇഷ എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തി കളയുമായിരുന്നില്ല. നിന്നെപ്പോലെ ഒരു പെണ്ണിനെയായിരിക്കും ഏതൊരാളും തന്റെ ജീവിതത്തിൽ ഭാര്യയായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടോ? ചാരു ആകാംക്ഷയോടെ ചോദിച്ചു. തുടരും.